അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 38-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തജ്രി മുസാബഖത്തു റസ്മി തഹത ഇഷ്റാഫി നാദി അൽ അറബിയ ഫി മദ്രസത്തിന ബിമുനാസബത്തിൽ യൗമിൽ ആലമി ലിൽ അറബിയ നുഇദ്ദു ഇഅ്ലാനൻ ലഹ. തജ്രി നടക്കുന്നു, മുസാബഖത്തു റസ്മ മുസാബഖത്ത് മത്സരം, റസ്മ് ഡ്രോയിങ് ഒരു ചിത്രരചനാ മത്സരം നടക്കുകയാണ്. തഹത്ത ഇഷ്റാഫി നാദി അൽ അറബിയ, നാദി ക്ലബ്ബ്, അറബി ക്ലബിൻ്റെ തഹത്ത ഇഷ്റാഫ് ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ ഒരു ഡ്രോയിങ് മത്സരം സ്കൂളിൽ നടക്കുകയാണ്. ഈ മദ്രസത്തിന നമ്മുടെ സ്കൂളിൽ, ബി മുനാസബത്തി അനുബന്ധിച്ച്, അൽ യൗമിൽ ആലമി അൽ അറബിയ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രരചനാ മത്സരമാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, ഇഅ്ലാനൻ പരസ്യം, ലഹ അതിനു വേണ്ട ഒരു പരസ്യമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. തൊട്ട് മുമ്പുള്ള പേജിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ ഒരു നോട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ നോട്ടീസാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെ വെച്ച് നമുക്ക് പൂരിപ്പിക്കണം എന്നുള്ളതും നോക്കാം. ഇഅ്ലാൻ പരസ്യം, യസുറു സന്തോഷിക്കുന്നു, ഡാഷ് ആരാണ് സന്തോഷിക്കുന്നത് എന്ന് കൊടുത്തിട്ടില്ല, ബി ഇഅ്ലാനിൻ ഈ പരസ്യം കൊണ്ട്, വീണ്ടും വിട്ടിട്ടാണുള്ളത്, ബി മുനാസിബത്തി അനുബന്ധിച്ച്. ഈ 3 വാക്ക് മാത്രം നമുക്ക് നോക്കാം. യസുറു സന്തോഷിക്കുന്നു, ആരാണ് സന്തോഷിക്കുന്നത്, ആരാണോ ഈ പരിപാടി നടത്തുന്നത് അവരാണ് ഈ പരസ്യം നമുക്ക് നൽകുന്നത്. നമുക്ക് തന്ന ചോദ്യത്തിൽ ആരുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. തഹത്ത ഇഷ്റാഫി നാദിയ അൽ അറബിയ അറബി ഭാഷാ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ യസുറു നാദി അൽ അറബിയ, നാദി അൽ അറബിയ അറബി ഭാഷാ ക്ലബ്ബ് സന്തോഷിക്കുന്നു. ബി ഇഅ്ലാൻ ഈ പരസ്യം കൊണ്ട്, എന്തിനെ പറ്റിയിട്ടുള്ള പരസ്യമാണ് എന്നാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. എന്തിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചിത്രരചനാ മത്സരത്തെ കുറിച്ചിട്ടുള്ള പരസ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചിത്രരചനാ മത്സരം എന്ന വാക്കാണ് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് എടുക്കേണ്ടത്. മുസാബഖത്തുർ റസ്ം, മുസാബഖത്തുർ റസ്ം. തൊട്ടടുത്ത വാക്ക് ബി മുനാസിബത്തി, മുനാസിബത്ത് അനുബന്ധിച്ചുകൊണ്ട്, ഏതോ ഒന്നിനോട് ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. എന്ത് പരിപാടിയോട് ചേർന്നിട്ടാണ്? അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതും നമുക്ക് തന്നിട്ടുണ്ട്. യൗമുൽ ആലമി അൽ അറബിയ, യൗമുൽ ആലമി ലിൽ അറബിയ. അതുവരെയുള്ള വാക്ക് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യസുറു നാദി അൽ അറബിയ ബി ഇഅ്ലാനി മുസാബഖത്തുർ റസ്മി ബി മുനാസബത്തി യൗമുൽ ആലമി ലിൽ അറബിയ. എങ്ങനെയാണ് അർത്ഥം വരുന്നത്? അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരത്തെക്കുറിച്ചുള്ള പരസ്യം അറിയിക്കുന്നതിൽ അറബി ഭാഷാ ക്ലബ്ബ് സന്തോഷിക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ നോട്ടീസിന്റെ തുടക്കം വരുന്നത്. തുടർന്ന് വരുന്നത് ഫറജാഉ പ്രതീക്ഷിക്കുന്നു, മിനൽ മുഷാരിക്കീൻ പങ്കെടുക്കുന്നവരിൽ നിന്ന്, അത്തസ്ജീൽ രജിസ്ട്രേഷൻ. അപ്പം പങ്കെടുക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം. നേരത്തെ മുമ്പുള്ള ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ എവിടെയാണോ, ഏത് സൈറ്റിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള സൈറ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ എന്ന് കൊടുക്കാം.
അപ്പോൾ സൈറ്റിനുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൗക്കി എന്നാണ് വെബ്സൈറ്റ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ മൗക്കി ഉൽ മദ്രസ, സ്കൂൾ വെബ്സൈറ്റ്. മൗക്കി ഉൽ മദ്രസ ഫി അഖ്റബി വക്തിൻ മുംകിൻ. ഫി അഖ്റബി വക്തിൻ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, മുംകിൻ സാധ്യമാകുന്നത്ര വേഗത്തിൽ ഈ രജിസ്ട്രേഷൻ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ 3 പോയിന്റ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡേറ്റുകളോ കാര്യങ്ങളോ മാത്രമാണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തത് കൊടുത്തിരിക്കുന്നത് താരീഖു നിഹായത്തു തസ്ജീൽ. താരീഖ് ഡേറ്റ്, നിഹായത്ത് അവസാനിക്കുന്ന, തസ്ജീൽ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പരിപാടി നടക്കുന്നത് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അറബി ഭാഷാ ദിനം നടക്കുന്ന ഡേറ്റ് നമുക്കറിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ ഡേറ്റുകൾ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. അറബി ഭാഷാ ദിനം നടക്കുന്നത് ഡിസംബർ 18ആണ്. അപ്പോൾ ഡിസംബർ 18 നടക്കുന്ന പരിപാടിക്ക് വേണ്ടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അതിനോടടുത്ത ഡേറ്റുകളിലായിരിക്കണം. ഒരാഴ്ച മുമ്പുള്ള ഒരു ഡേറ്റ് നമുക്കിവിടെ കൊടുക്കാം. ഡിസംബർ 10, 2025. അഷറ ഡിസംബർ 2025. തൊട്ടടുത്തത് മൗക്കിഉ തസ്ജീൽ എന്നാണ്, രജിസ്ട്രേഷൻ്റെ സൈറ്റ്. അപ്പോൾ നമ്മളിത് നേരത്തെ ഇവിടെ കൊടുത്തതായതുകൊണ്ട് അത് തന്നെ ഇവിടെ ചേർക്കാം. മൗക്കിഉൽ മദ്രസ, മൗക്കിഉൽ മദ്രസ. അടുത്തത് താരീഖുൽ ബർനാമിജ്, പരിപാടിയുടെ ഡേറ്റ് ആണ്. അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് ആ ഡേറ്റ് തന്നെ നമുക്കിവിടെ കൊടുക്കാം. ഡിസംബർ 18ആണ് അറബി ഭാഷാ ദിനം വരുന്നത്. അപ്പം നമുക്കിവിടെ 18 ഡിസംബർ 2025. ഇങ്ങനെ നമുക്ക് ഈ ഭാഗം പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടി മുകളിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നന്നായി വായിച്ചു നോക്കിയാൽ അതിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണാം.